നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ട്രിഗണോമെട്രിയുടെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ പാർട്ട് 1, പാർട്ട് 2 ഒക്കെ ആയിട്ട് പഠിച്ചു. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ട്രിഗണോമെട്രിക് റേഷ്യൂസിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം ആംഗിൾ ഓഫ് എലിവേഷൻ, അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. സോ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ക്വാഡ്രന്റ് ഫോർമുലയാണ്. ട്രിഗണോമെട്രിക് ക്വാഡ്രന്റ് ഫോർമുല. അപ്പോൾ നോക്കാം എന്താണ് ട്രിഗണോമെട്രിക് ക്വാഡ്രന്റ് ഫോർമുല എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെന്താ, നമ്മൾ ഈ ഇപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യൂസ്, ഇപ്പോൾ സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും ടാൻ ആണെങ്കിലും അവരുടെയൊക്കെ ഓരോ പർട്ടിക്കുലർ വാല്യൂസ് നമ്മൾ പഠിച്ചു അല്ലേ. സൈൻ 0, അതുപോലെ കോസ് 0, ടാൻ 0, അങ്ങനെ ഓരോരോ വാല്യൂസ് പഠിച്ചു. പക്ഷേ ഇതിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ പറയുവാണ്, ഇപ്പോൾ സൈൻ 130, സൈൻ 130 അത് വേണം. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പഠിച്ച ട്രിഗണോമെട്രിക് ടേബിൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള അത്യാവശ്യം വാല്യൂസ് മാത്രമാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. സൈൻ 0, കോസ് 0, ടാൻ 0, അല്ലെങ്കിൽ സൈൻ 90, ടാൻ 30, അങ്ങനെ കുറച്ച് സ്പെസിഫിക് വാല്യൂസ് മാത്രം. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് ക്വാഡ്രന്റ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സൈനിൻ്റെ ആണെങ്കിലും കോസിൻ്റെ ആണെങ്കിലും, അതായത് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യൂസിൻ്റെ ഏതൊരു റേഷ്യൂസിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ട്രിഗണോമെട്രിക് ക്വാഡ്രന്റ് ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ASTC റൂൾ എന്ന് പറയുന്നത്. ASTC റൂൾ, അതായത് ഓൾ സൈൻ ടാൻ കോസ് റൂൾ എന്ന് പറയും. കണ്ടോ, ഓൾ സൈൻ ടാൻ കോസ് റൂൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ASTC റൂൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഓർത്ത് വെക്കാനുള്ള എളുപ്പത്തിന് ഓൾ സിൽവർ ടീ കപ്സ് എന്നും പറയാറുണ്ട്. ഓൾ സിൽവർ ടീ കപ്സ്. ഓക്കെ, ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മളൊരു ട്രിഗണോമെട്രിക് ക്വാഡ്രന്റ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ക്വാഡ്രന്റ് ആണല്ലേ. ക്വാഡ്രന്റ് സിസ്റ്റം, 4 ക്വാഡ്രന്റ് സിസ്റ്റം ആണ് ഇതിൽ. നമുക്ക് ഈ ഒരു ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ നമുക്കറിയാം ഇതെന്താണ്, എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഈ ഒരു കാര്യം നമുക്കറിയാം, എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ്, വൈ ആക്സിസ് വെർട്ടിക്കലായിട്ട് വരുന്ന ആക്സിസ്. അപ്പോൾ നമ്മൾ ഇതിലെ വാല്യൂസ്, നമ്മുടെ ആംഗിളിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് അതിനകത്ത് നോട്ട് ചെയ്യുന്നത്? ഈ ഒരു എൻഡിലെ വാല്യൂ നമുക്ക് 0 ഡിഗ്രി ആക്കി എടുക്കാം. 0 കണ്ടോ, ഈ 0 കഴിഞ്ഞ് ഫസ്റ്റത്തെ ഈ ഒരു റെവല്യൂഷൻ അല്ല, ഒരു ക്വാഡ്രന്റ് റെവല്യൂഷൻ എന്ന് പറയും. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഇത്രയും ഭാഗത്തെത്തുമ്പോഴുള്ള ആ ഒരു വാല്യൂ 90 ഡിഗ്രിയാണ്. അതായത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രിയാണ്. കണ്ടോ, ഒന്ന് മാറ്റി വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരും, 0 to 90 ഡിഗ്രിയാണിത്. ഓക്കെ, പിന്നീട് വീണ്ടും 90 ഡിഗ്രി കഴിഞ്ഞു, വീണ്ടും വന്ന് ഇവിടെ വരുമ്പോൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ് ഇവിടുത്തെ വാല്യൂ. കണ്ടോ, അതായത് കണ്ടോ, ഒരു ഹാഫ് റെവല്യൂഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. ശരിക്കും ഈ 180 ഡിഗ്രി എന്താ? ഇതാണ് ഞാൻ പറഞ്ഞു, ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ എന്താണ് ആംഗിൾസിന്റെ മെഷർമെന്റ് അല്ലേ. റേഡിയനിലും പറയാറുണ്ട്, ഡിഗ്രിയിലും പറയാറുണ്ട്. അപ്പോൾ ഡിഗ്രിയിലെ മെഷർമെന്റ് 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. അപ്പോൾ നമുക്കത് കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയനിലൂടെ ആക്കിയിട്ട് പറഞ്ഞാലോ എങ്ങനെയായിരിക്കും? 0 ഡിഗ്രി, 90 ഡിഗ്രി നമുക്ക് എന്ത് പറയാം? നമ്മൾ ഇന്നലെ ഒരു ഇക്വേഷൻ പറഞ്ഞു, ആംഗിൾ ടു റേഡിയൻ കൺവേർഷൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. എന്താണ് ആംഗിൾ ടു റേഡിയൻ കൺവേർഷൻ? അത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ആംഗിളിൽ തന്നിരുന്നാൽ ആ ആംഗിൾ ഇൻറ്റു π/180, ആംഗിൾ ഇൻറ്റു π/180 ചെയ്താൽ നമുക്ക് അതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് ഇന്നലെ പറഞ്ഞു. അപ്പോൾ 0 ഡിഗ്രി എന്തായിരിക്കും? 0 ഇൻറ്റു π/180 അല്ലേ. അപ്പോൾ അത് 0 തന്നെ ആയിരിക്കും. ദെൻ 90 ഡിഗ്രി എത്ര റേഡിയൻ ആയിരിക്കും? എങ്ങനെയാണ് ചെയ്യുന്ന? 90 ഇൻറ്റു π/180, അപ്പോഴോ π/2. സോ π/2 റേഡിയൻ. അപ്പോൾ ഈ ഒരു ക്വാഡ്രന്റിന്റെ മെഷർമെന്റ് 0 ഡിഗ്രി ടു 90 ഡിഗ്രി, അല്ലെങ്കിൽ 0 to π/2 നമുക്ക് പറയാം. 0 to π/2 എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അടുത്ത ക്വാഡ്രന്റ് നോക്കിക്കേ, 90 to 180 ആണ്. ഇവിടുന്ന് 90 to 180. അപ്പോൾ 180 എന്താണ്? 180യുടെ വാല്യൂ ഇതുപോലെ നമുക്ക് മെഷർ ചെയ്യാമല്ലോ. എന്താണ്? 90ക്ക് പകരം 180 കൊടുക്കാം. 180 ഇൻറ്റു π/180. 180 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പൈ എന്ന് വരും. സോ 180ക്ക് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് പൈ റേഡിയൻ എന്ന് കൊടുക്കാം അല്ലേ. പിന്നെ വീണ്ടും എന്താ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള മെഷർമെന്റ് എന്താ? വീണ്ടും 90 ആഡ് ചെയ്യും. 0ൽ നിന്ന് 90 ആഡ് ചെയ്തു, 90 വന്നു. വീണ്ടും 90 ആഡ് ചെയ്തു, ഇപ്പം 180 വന്നു. അടുത്ത ക്വാഡ്രന്റ് വരുമ്പോൾ വീണ്ടും ഒരു 90 കൂടി ആഡ് ചെയ്യും. അപ്പം 180 + 90 270 അല്ലേ. 270 ഡിഗ്രി. 270 ഡിഗ്രി എത്രയാണ്? എത്ര റേഡിയൻ ആണ്? നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു. 270 ഇൻറ്റു π/180. 270 ഇൻറ്റു π/180. കട്ട് ചെയ്തു, 9 വെച്ച് വെട്ടാം അല്ലേ. സോ 3/2 പൈ തരും. 3π/2 അല്ലെങ്കിൽ 3/2 പൈ. 3π/2 റേഡിയൻ. അടുത്തത് അതാണ് 180 to 270 എന്ന് പറയുന്നത്. ഇനി 270 to വീണ്ടും കറങ്ങി പോവുകയാണ്. 270 to വീണ്ടും ഒരു
ക്വാഡ്രന്റ് റെവല്യൂഷൻ്റെ ആകുമ്പോൾ നമുക്ക് എന്താവും 2π ആവും. 2π ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വാഡ്രന്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ആംഗിൾ കൊടുക്കുന്നത്. 0 to 90, 90 to 180, 180 to 270, 270 to 360. ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റം. ഓക്കെ ആയല്ലോ? ഓക്കെ, അപ്പം നമ്മുടെ എന്താണ് ഓൾ സിൽവർ ടീ കപ്സ് റൂൾ എന്താ പറയുന്നത്? നമ്മുടെ ഈ ട്രിഗണോമെട്രിക് റേഷ്യൂസ് നമ്മൾ പഠിച്ചിട്ടുള്ള സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ഒക്കെ ആ വാല്യൂസ് ഇല്ലേ, ആ ട്രിഗണോമെട്രിക് റേഷ്യൂസിന് ഓരോ ക്വാഡ്രന്റിലും അവരുടെ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ സൈൻസ് നമ്മൾ എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ എന്ത് പറയുന്നത്, ഈ ഓൾ സിൽവർ ടീ കപ്സ് റൂൾ വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഈ ഓൾ സിൽവർ ടീ കപ്സ് റൂൾസ് അഥവാ ASTC റൂൾ എന്ന് നോക്കാം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റം അല്ലെ. ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ ഉണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റത്തെ ക്വാഡ്രന്റ് ഏതാണ്? 0 to 90 ആണ്. രണ്ടാമത്തത് 90 to 180 ആണ്. മൂന്നാമത്തത് 180 to 270 ആണ്. നാലാമത്തത് 270 to 360 ആണ്. അങ്ങനെയാണ് പോണത്. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ASTC നോക്കിക്കേ. ഫസ്റ്റത്തെ ക്വാഡ്രന്റിൽ എ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് അറിയാമോ? എ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഫസ്റ്റത്തെ ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവാണ്. എല്ലാവരും എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്, അതായത് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യൂസ് ആർ പോസിറ്റീവ്. ഓൾ ട്രിഗണോമെട്രിക് റേഷ്യൂസ് ആർ പോസിറ്റീവ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഓൾ ആർ പോസിറ്റീവ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ എ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓൾ ട്രിഗണോമെട്രിക് റേഷ്യൂസ് ആർ പോസിറ്റീവ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റ് എസ്, കണ്ടോ ആ പേരിൽ തന്നെ ഉണ്ട് 90 to 180. 90 to 180 വരുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെ എസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ എസ് എന്ന് പറഞ്ഞാൽ സൈൻ, എസ് ഡിനോട്ട് സൈൻ. സൈനും സൈനിന്റെ റെസിപ്രോക്കലും, സൈനിന്റെ റെസിപ്രോക്കൽ ഏതാ? കൊസീക്ക്. സൈനും കൊസീക്കും എന്താണ്? പോസിറ്റീവ് ആണ്. എവിടെ? സെക്കൻഡ് ക്വാഡ്രന്റ്. മൂന്നാമത്തെ ക്വാഡ്രന്റിലേക്ക് വരാം. തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ AST ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? ടി, ടാനും ടാനിന്റെ റെസിപ്രോക്കലും. ടാനിന്റെ റെസിപ്രോക്കൽ ഏതാണ്? കോട്ടാണ്. സോ ടാനും കോട്ടും പോസിറ്റീവ് ആണ്. ഈ ടാനും കോട്ടും മൂന്നാമത്തതിൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ബാക്കി എന്ത് വന്നാലും നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അവിടെ ബാക്കി എന്ത് വാല്യൂസ് വന്നാലും ഈ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ഒരു സൈൻ വന്നു, അല്ലെങ്കിൽ കോസ് വന്നു, കൊസീക്ക് വന്നു, സീക്ക് വന്നു, ബാക്കി എന്ത് ഈ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ വന്നാലും അവരുടെ എല്ലാവരുടെയും വാല്യൂസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ടാനും കോട്ടും മാത്രമേ ഇത് പോസിറ്റീവ് ആവത്തുള്ളൂ. അപ്പം അതേതായിരുന്നു മൂന്നാമത്തെ ക്വാഡ്രന്റ്? 180 to 270 വരുന്നതായിരുന്നു മൂന്നാമത്തെ ക്വാഡ്രന്റ്. അടുത്തത് നാലാമത്തെ ക്വാഡ്രന്റ് കണ്ടോ, 270 to 360. കണ്ടോ, 270 to 360. നാലാമത്തെ ക്വാഡ്രന്റ് പ്രത്യേകത എന്താ? ASTC. സി ഡിനോട്ട് എന്താണ്? കോസ് ആൻഡ് സീക്ക്. കോസും കോസിന്റെ റെസിപ്രോക്കലും. കോസിന്റെ റെസിപ്രോക്കൽ ഏതാണ്? സീക്കല്ലേ. സോ കോസും സീക്കും എന്താണ്? പോസിറ്റീവാണ്. ബാക്കിയുള്ള എല്ലാവരും നെഗറ്റീവാണ്. ഇതാണ് നമ്മുടെ ട്രിഗണോമെട്രിക് ക്വാഡ്രന്റ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ജസ്റ്റ് നമ്മൾ ഈ ഒരു റൂൾ ASTC എന്നുള്ള കാര്യം മനസ്സിലാലോചിച്ച് വെച്ചിരിക്കുക. എ ആവുമ്പോൾ പിന്നെ ആ ഒരു ക്വാഡ്രന്റിന്റെ ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരിക. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റിൽ എ ഓൾ ആർ പോസിറ്റീവ് ആണ്. രണ്ടാമത്തെ സെക്കൻഡ് വരുമ്പോൾ സൈനും കൊസീക്കും മാത്രം പോസിറ്റീവ് ആണ്. മൂന്നാമത്തെ ടാൻ. തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ ടാനും കോട്ടും മാത്രം പോസിറ്റീവ് ആണ്. നാലാമത്തെ ക്വാഡ്രന്റ് വരുമ്പോൾ എന്താണ്? കോസും സീക്കും മാത്രം പോസിറ്റീവ് ആണ്. അത്ര ആലോചിച്ച് വെക്കുക. ഓക്കെ, ബാക്കി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻ കോസ് 150. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നോർമലി എന്താണ് സൈനിന്റെയും കോസിന്റെ ഒക്കെ ചെറിയ വാല്യൂ 0, 90 അങ്ങനെ കുറച്ച് സ്പെസിഫിക് വാല്യൂസ് മാത്രമേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇതുപോലത്തെ ഏത് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ക്വാഡ്രന്റ് ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം കോസ് 150 എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമുക്കതിനെ ക്വാഡ്രന്റ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാ ചെയ്യുന്നത് നോക്കിക്കേ. കോസ് 150 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. കോ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. എന്താണ് കോ ഫംഗ്ഷൻ? അത് എപ്പോഴും ആലോചിച്ച് വെക്കുക. ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് ഫംഗ്ഷൻസ് ആണ് എപ്പോഴും പഠിക്കുന്നത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് റേഷ്യൂസ് 6 ഉണ്ടെങ്കിലും നമ്മൾ 3 പഠിക്കും. 3 അതിന്റെ റെസിപ്രോക്കൽ ആണെന്ന് പഠിച്ചു വെക്കും. ഏതൊക്കെയായിരുന്നു? സൈന്, കോസ്, ടാന്, അങ്ങനെയാണല്ലോ. അപ്പോൾ സൈനിന്റെ കോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഫംഗ്ഷനും കോ ഫംഗ്ഷനും പറയാം. സൈനിന്റെ കോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? അത് കോസ് ആണ്. സൈനിന്റെ കോ ഫംഗ്ഷൻ എന്താണ്? കോസ്. കണ്ടോ ആ പേര് തന്നെ സൈൻ കോസ്. സോ ഇത് ഫംഗ്ഷൻ, ഇത്
കോ ഫംഗ്ഷൻ. ഇതെപ്പോഴും ആലോചിച്ച് വെക്കുക. സൈനിന്റെ കോ ഫംഗ്ഷൻ എന്താണ്? കോസ് ആണ്. അടുത്തത് അതുപോലെ തന്നെ കോസിന്റെ കോ ഫംഗ്ഷൻ ചോദിച്ചാൽ തിരിച്ച് സൈനും ആണ്. മനസ്സിലായില്ലേ? അതും ആലോചിച്ച് വെക്കുക. സൈനിൻ്റെത് ചോദിച്ചാൽ സൈനിന്റെ കോ ഫംഗ്ഷൻ കോസ്, കോസിന്റെ കോ ഫംഗ്ഷൻ സൈൻ. പക്ഷെ സൈനിന്റെ റെസിപ്രോക്കൽ കോസ് ആണോ? അല്ല. സൈനിന്റെ റെസിപ്രോക്കൽ എന്താ? കൊസീക്ക് ആണ്. സൈനിന്റെ റെസിപ്രോക്കൽ കൊസീക്ക് ആണ്. പക്ഷേ സൈനിന്റെ കോ ഫംഗ്ഷൻ വരുമ്പോൾ കോസ് ആണ്. ഓക്കെ. അതുപോലെ കോസിന്റെ കോ ഫംഗ്ഷൻ വരുമ്പോൾ സൈൻ ആണ്. അടുത്ത എന്താണ്? ടാൻ. ടാനിന്റെ റെസിപ്രോക്കലും കോ ഫംഗ്ഷനും എന്ത് തന്നെയാണ്? കോട്ട് തന്നെയാണ് അല്ലെ? ടാന് കോട്ട് തന്നെയാണ്. കോട്ട് ടാൻജന്റ്, അതിനെയാണ് നമ്മൾ ഈ കോട്ട് എന്ന് പറഞ്ഞ് ഷോർട്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. കോട്ട് ടാൻജന്റ്. ടാൻജന്റും കോ ടാൻജന്റും അതിന്റെ ആ പേര് തന്നെ ഉണ്ട്. ടാനിന്റെ എന്താണ്? കോ ഫംഗ്ഷൻ ആണ് കോട്ട് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? അടുത്ത സീക്ക്. സീക്ക്. സീക്കിന്റെ കോ ഫംഗ്ഷൻ ആണ് കൊസീക്ക്. കണ്ടോ? സീക്കിൻ്റെതാണ് കൊസീക്ക്. ആ പേര് തന്നെയല്ലോ, കൊസീക്ക്. കണ്ടോ? ഇവിടെ കോട്ട്, കോട്ടാൻജന്റ്, കൊസീക്ക്. കണ്ടോ? എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. അത് കോ ഫംഗ്ഷൻ എളുപ്പത്തിൽ ഓർത്ത് വെക്കാമല്ലോ. സൈനിൻ്റെത് കോസ്, കോസിൻ്റെത് സൈന്. ടാനിൻ്റെത് കോട്ട്, കോട്ടിൻ്റെത് ടാന്. സീക്കിൻ്റെത് കൊസീക്ക്, കൊസീക്കിൻ്റെത് സീക്ക്. ഇത് ഇത്രയാണ് എന്ത്? കോ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കോ ഫംഗ്ഷന്റെ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്? കോസ് 150 അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ? കോസ് 150. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് അറിയാമോ? ആദ്യം കോസ് 150 നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ക്വാഡ്രന്റ് സിസ്റ്റം അറിയാലോ അല്ലെ? ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ നമ്മൾ വാല്യൂസ് പഠിക്കും. അതായത് 0 to 90 അങ്ങനെ കുറച്ച് വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീറോന്റെ വാല്യൂ അറിയാം. സൈൻ 0, കോസ് 0, സൈൻ 90, കോസ് 90 അല്ലെ? അതുപോലെ തന്നെ സൈൻ 180, കോസ് 180. അപ്പോൾ ആ ക്വാഡ്രന്റ് സിസ്റ്റത്തിന്റെ അത്യാവശ്യം അതിന്റെ ഒരു മാക്സിമം മിനിമം വാല്യൂസ് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള അതിനിടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കാം. കോസ് 150. കോസ് 150നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? കോസ് ഓഫ് 150ക്ക് പകരം എങ്ങനെ എഴുതാം? ഞാൻ പറയുവാണ്. 150 ഞാൻ എങ്ങനെ എഴുതും നോക്കിക്കേ. 1 into 90 പ്ലസ് എത്രയാണ്? 60 അല്ലേ? 1 into 90 plus 60. സൈഡിലൊന്ന് എഴുതി കൂട്ടി നോക്കിയാൽ മതി. അറിഞ്ഞുകൂടെങ്കിൽ 150 എങ്ങനെയാണ് കിട്ടുന്നത്? 150 എങ്ങനെയാ? അതായത് 90ഉം 60 കൂട്ടുമ്പോഴത്തേക്കല്ലേ നമുക്ക് 150 കിട്ടുന്നത്? ആണ്. അപ്പൊ അത് മനസ്സിലായി. എന്താണ്? 90 plus 60 ആണ് 150. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 into 90. പക്ഷെ നമുക്ക് ഡയറക്റ്റ് 90 plus 60 എന്ന് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ ഈ ക്വാഡ്രന്റ് ഫോമിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഏത് ക്വാഡ്രന്റ് ആണെന്ന് അറിയാൻ 1, 2, 3, 4 അങ്ങനെ നമ്പർ ഇട്ടുകൊണ്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് 1 into 90 plus 60 എന്ന് കൊടുക്കുന്നത്. ഓക്കെ. സോ 1 into 90. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ 1 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ? 1 ഓഡ് ആണോ ഈവൻ ആണോ? 1 ഒരു ഓഡ് നമ്പർ അല്ലേ? ആണ്. അപ്പോൾ ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിന്റെ കോ ഫംഗ്ഷൻ കൊടുക്കണം. അതായത് ഇപ്പം ഞാനിവിടെ കോസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ കോസിന്റെ കോ ഫംഗ്ഷൻ വേണം കൊടുക്കാൻ. മനസ്സിലായി? ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ എന്താ കൊടുക്കാനുള്ളത്? കോ ഫംഗ്ഷൻ എടുക്കാനുള്ളത്. അതായത് അപ്പം ഞാൻ എന്തെടുക്കണം? കോസിന്റെ കോ ഫംഗ്ഷൻ. കോസിന്റെ കോ ഫംഗ്ഷൻ ഏതാണ്? സൈൻ അല്ലേ? ആണ്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വാല്യൂ അസ്യൂം ചെയ്യാനുള്ളത് സൈൻ വെച്ചിട്ടുള്ളതാണ്. സൈൻ 60യുടെ വാല്യൂ ആയിരിക്കണം ഞാൻ എടുക്കാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ 1-2 കാര്യങ്ങൾ ഒന്ന് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി നോക്കി തന്നെ പോകണം. ഈ ഓഡ് ഫംഗ്ഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോ ഫംഗ്ഷൻ എടുക്കണം. കോ ഫംഗ്ഷൻ അല്ലേ? കോസിന്റെ കോ ഫംഗ്ഷൻ അല്ലേ ഇപ്പൊ സൈൻ എടുത്തത്? സോ സൈൻ 60 എടുത്തു. ഇനി നമ്മൾ നോക്കാനുള്ളത് ഇതിന്റെ സൈൻ കൊടുക്കാനുള്ള കാര്യമാണ്. സൈൻ എങ്ങനെ കൊടുക്കും? സൈൻ കൊടുക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ, കണ്ടോ കോസ് അല്ലേ, ആ കോസിന്റെ ക്വാഡ്രന്റിലെ വാല്യൂ വെച്ചിട്ടുള്ള സൈൻ വേണം കൊടുക്കാൻ. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ക്വാഡ്രന്റ് ഇങ്ങോട്ടൊന്ന് വരയ്ക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ ക്വാഡ്രന്റ് എല്ലാവരും പോസിറ്റീവ്, രണ്ടാമത്തത് സൈനും അതിന്റെ റെസിപ്രോക്കലും, മൂന്നാമത്തതിൽ ടാനും കോട്ടും, അടുത്തതിൽ കൊസീക്കും സീക്കും, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ് സൈൻ 60 ആണ് നമ്മുടെ വാല്യൂ. നമുക്ക് ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞത്? 1 into 90 plus 60. 1 into 90 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ക്വാഡ്രന്റ് അല്ലേ? ഫസ്റ്റത്തെ ക്വാഡ്രന്റ് പ്ലസ് 60. കണ്ടോ, പ്ലസ് 60 ആവുമ്പോൾ അതിന്റെ കൂടെ ഒരു 60 കൂടി വരുമ്പോൾ അത് ഏതാണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിലല്ലേ വരുന്നത്? ആണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റില് കോസിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെക്കൻഡ് ക്വാഡ്രന്റില് സൈനും കൊസീക്കും മാത്രമല്ലേ പോസിറ്റീവ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവ് അല്ലേ സെക്കൻഡ് ക്വാഡ്രന്റില്. സോ സെക്കൻഡ് ക്വാഡ്രന്റില് കോസിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. സോ മൈനസ്. കണ്ടോ, ആ മൈനസ് ആണ് ഇവിടെ ഇട്ടത്. ഇനി നമ്മൾ വാല്യൂ ആരതാ കൊടുക്കാനുള്ളത്? നോക്കിക്കേ, സൈൻ 60. സൈൻ 60യുടെ വാല്യൂ വേണം നമ്മൾ കൊടുക്കാൻ.
അല്ലാതെ നമ്മൾ ഒരിക്കലും എന്തിന്റെ വാല്യൂ അല്ല, cos 60യുടെ വാല്യൂ അല്ല കൊടുക്കാനുള്ളത്. എന്തുകൊണ്ടാണ്? cos 60 ഇവിടെ കോസ് വന്നപ്പോൾ 1 × 90, 1 എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ വന്നപ്പോഴത്തേക്ക് അതിന്റെ കോ ഫംഗ്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. കോ ഫംഗ്ഷൻ എന്താണ്? കോസിന്റെ കോ ഫംഗ്ഷൻ സൈൻ ആണ്. സൈൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? sin 60യുടെ വാല്യൂ ഇവിടെ എടുത്തത്. പിന്നെ അതിന്റെ സിമ്പിൾ അഥവാ സൈൻ, ആ സൈൻ കൊടുത്തതാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസിന്റെ വാല്യൂ സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കുന്നു, മൈനസ്. ഇനി sin 60യുടെ വാല്യൂ എന്താണ്? നമുക്കറിയാം sin 30 1/2, sin 60 √3/2. സോ മൈനസ് √3/2 ആണ് നമ്മുടെ ആൻസർ. ഏതാണ് ഓപ്ഷൻ ബി. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രന്റ് സിസ്റ്റം വഴി എന്ത് കണ്ടുപിടിക്കുന്നത്? ഓരോ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ട്രിഗണോമെട്രിക് റേഷ്യൂസിന്റെ വാല്യൂസ് ക്വാഡ്രന്റ് ഫോമിൽ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. sin 225. ഇപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തു. നമുക്ക് ഇതുപോലെ അടുത്തൊരെണ്ണം നോക്കാം. sin 225 ഇതുപോലെ തന്നെ എഴുതാം. sin 225 ഇതുപോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അല്ലേ? എങ്ങനെയാണ്? sin 225നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 225 ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ, അതായത് 90ന്റെ മൾട്ടിപ്പിൾസ് വന്നിട്ട് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 225 വരുമെന്ന് നോക്കാം. 190s are 90, 290s are 180 അല്ലേ? അപ്പൊ 180യുടെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ടോ? 180 + 45. 180 + 45 നമുക്ക് നോക്കാം. 225 വരുന്നല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സൈൻ ഓഫ് 180നെ എങ്ങനെ എഴുതാം? 2 × 90, 2 × 90 + 45 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? എഴുതി. അപ്പം നമുക്ക് നോക്കാം. ഇനി എന്താ നമ്മൾ നോക്കാനുള്ളത്? ഇത് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ നോക്കുക. അപ്പൊ 2 വന്നിട്ട് എന്താണ്? ഓഡ് ആണോ ഈവൻ ആണോ? ഈവൻ ആണ് അല്ലെ? 2 വന്നിട്ട് ഈവൻ ആണ്. ഈവൻ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈവൻ ആവുമ്പോൾ നമ്മൾ സെയിം ഫംഗ്ഷൻ തന്നെ കൊടുത്താൽ മതി. ഇവിടെ സൈൻ അല്ലേ വന്നത്, അപ്പൊ സൈൻ തന്നെ കൊടുത്താൽ മതി. സൈൻ എന്തായിരിക്കും? 45 നമ്മൾ കൊടുക്കണം. കണ്ടോ? സൈൻ 45. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ? ഇനി അവരുടെ സൈൻ കൊടുക്കണം അല്ലെ? സൈൻ കൊടുക്കണം. സൈൻ എങ്ങനെ കൊടുക്കാം? സൈൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കും എന്താണ്? ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കും അല്ലേ? നിങ്ങൾ നോക്കിക്കേ, 2 × 90. നമ്മുടെ ക്വാഡ്രന്റ് വരച്ച് നോക്കുമ്പോൾ ഇത് 0, 90, 180, 360. അപ്പൊ 2 × 90 ഇവിടുന്ന് ഇവിടെ വരെയാണ് 1 × 90. 2 × 90 ആകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് വരും അല്ലെ? സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നു. ഇത്രയാകുമ്പോൾ 180 ആയി. 180 + 45, 180 ഇവിടുന്ന് ഇവിടം വരെ ആയപ്പോൾ 180 കംപ്ലീറ്റ് ആയി. +45 ആവുമ്പോൾ തേർഡ് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത് അല്ലെ? തേർഡ് ക്വാഡ്രന്റിൽ എന്താണ് സൈൻ എന്താണെന്ന് നോക്കണം. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. എന്തുകൊണ്ട്? തേർഡ് ക്വാഡ്രന്റിൽ ASTT ടാനും കോട്ടും മാത്രമേ തേർഡ് ക്വാഡ്രന്റിൽ എന്തുള്ളൂ? പോസിറ്റീവ് ഉള്ളൂ. ബാക്കി ആര് വന്നാലും നെഗറ്റീവ് ആണ്. സോ നമ്മൾ എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. ഇനി sin 45ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. sin 45 നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, 1/√2. സോ -1/√2 ഈസ് അവർ ആൻസർ. ക്ലിയർ ആയല്ലോ? ഏതാണ്? ഓപ്ഷൻ എ ആണേ. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ? tan 11π/6. tan 11π/6 എങ്ങനെയാ തന്നിരിക്കുന്നത്? ഡിഗ്രിയിലാണോ റേഡിയനിലാണോ തന്നിരിക്കുന്നത്? റേഡിയൻ മെഷർമെന്റിലാണ് തന്നിരിക്കുന്നത് അല്ലേ? നമ്മൾ ഇത്രയും നേരം ചെയ്തതെല്ലാം ഡിഗ്രിയിലായിരുന്നു. ഇനി റേഡിയനിലാണ് തന്നിരിക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് പഠിച്ചത്? ആദ്യം ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ പഠിച്ചത്. ആ ഒരു കൺവേർഷൻ അറിയാമെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് വേണം? നമുക്ക് തന്നിരിക്കുന്ന 11 × π/6 ആണ്. അതിനെ എന്താക്കണം? ഡിഗ്രിയിലോട്ട് ആക്കണം. നമുക്ക് എന്ത് ചെയ്യാം? പൈന്റെ വാല്യൂ കൊടുക്കാം അല്ലേ? 11 × π എത്രയാണ്? π is equal to 180 അല്ലേ? സോ 180 എത്രയാണ്? 6 അല്ലേ? സോ 18ഉം 6ഉം തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3 വരും അല്ലേ? 30. സോ 11 × 30, 330. 330 ഡിഗ്രി എന്ന് വരും. ഓക്കെ, പൈയുടെ വാല്യൂ ജസ്റ്റ് 180 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. 11π/6 എന്ന് പറഞ്ഞാൽ എന്താ? 11 × π/6 എന്ന് പറഞ്ഞാൽ 330 ആണ്. സോ നമുക്ക് ഇതിനെന്താണ് റീപ്ലേസ് ചെയ്തിട്ട് tan 330 എന്ന് എഴുതാം അല്ലേ? tan 330. tan 330 നമുക്ക് എന്തെഴുതാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും അല്ലേ? tan ഓഫ് ഈ 330നെ ഒരു എന്താണ് 90ന്റെ മൾട്ടിപ്പിൾ ആക്കി ഒന്ന് എഴുതി വെക്കാം. എന്തായിരിക്കും? എങ്ങനെ എഴുതാം നമുക്ക്? 270യുടെ ബേസിൽ എഴുതാം അല്ലേ? 270. അപ്പൊ നോക്കിക്കേ, 270 നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 99 × 90 × 3 അല്ലേ? 90 × 3 270 ആണ്.
ഈ 270യുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 270യുടെ കൂടെ 60 ആഡ് ചെയ്ത് കൊടുത്താലോ 330 കിട്ടത്തില്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? tan 270 പ്ലസ് എന്താണ് 60 എന്ന് എഴുതാം. 270 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല, നമുക്ക് 90ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? tan 3 × 90 3 × 90 പ്ലസ് എന്താണ് 60 എന്ന് എഴുതാം. 3 × 90 പ്ലസ് 60 ഓക്കെ ആണല്ലോ. tan 3 × 90 പ്ലസ് 60 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാം നോക്കിക്കേ, 3 × 90 ആണ്. അപ്പം എന്താണ് ഓടാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്താണ് ഓടല്ലേ? ഓട് വന്നാൽ എന്തെടുക്കണം? ഓട് വന്നാൽ കോ ഫംഗ്ഷൻ എടുക്കണം. അപ്പോഴോ ടാനിന്റെ പകരം എന്താവും? കോട്ടാവും അല്ലേ? കോഡ് 60 ആയിരിക്കും നമുക്ക് വേണ്ടത്. കോഡ് 60. ഇനി ആലോചിച്ച് നോക്കിക്കേ, ഇനി എന്താണ്? ഇനി നമുക്ക് സൈൻ വേണം. ഏത് ക്വാഡ്രന്റ് ആണെന്ന് അറിയണം. അപ്പോഴോ 3 × 90 പ്ലസ് 60. 3 × 90 ഏത് ക്വാഡ്രന്റാ? ഇത് 1 × 90 1 × 90 ആണ്. 2 × 90 ആണ്. ഇത് 3 × 90 ആണ് അല്ലെ? 3 × 90 പ്ലസ് അപ്പോൾ 4th ക്വാഡ്രന്റിലോട്ട് വരും. കണ്ടോ, ഈ ഒരു ക്വാഡ്രന്റിലേക്കായിരിക്കും വരുന്നത്. ഈ ഒരു ക്വാഡ്രന്റിൽ എന്തിന്റെ വാല്യൂ ആണ്? ഈ ഒരു ക്വാഡ്രന്റിൽ നമ്മുടെ കോട്ടിന്റെ വാല്യൂ ആണോ നോക്കാനുള്ളത്? അല്ല. ആരുടെ വാല്യൂ ആണ്? ടാനിന്റെ വാല്യൂ. ടാനിന്റെ വാല്യൂ 4th ക്വാഡ്രന്റിൽ എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. എന്തുകൊണ്ട്? 4th ക്വാഡ്രന്റിൽ എന്ത് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്? കോസും കോസിന്റെ എന്താണ് റെസിപ്രോക്കലും. കോസും സീക്കും മാത്രമേ 4th ക്വാഡ്രന്റിൽ പോസിറ്റീവ് ഉള്ളൂ. സോ ടാനിന്റെ വാല്യൂ കോട്ടിന്റെ വാല്യൂ ഒക്കെ 4th ക്വാഡ്രന്റിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ നമുക്ക് എന്ത് വരും? മൈനസ് കോഡ് 60 എന്ന് വരും അല്ലെ? കോഡ് 60 എന്താണ്? നമുക്കറിയാം tan 60 നമുക്കറിയാം. tan 60 √3 ആണ് അല്ലെ? tan 60 √3 ആണെങ്കിൽ കോഡ് 60 എന്തായിരിക്കും? 1/√3 ആയിരിക്കും. സോ മൈനസ് ഉണ്ട്, മൈനസ് 1/√3 എന്ന് വരും. അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ സി. ഓക്കെ. അപ്പോൾ റേഡിയൻ വന്നു കഴിഞ്ഞാൽ റേഡിയനെ ആദ്യം നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കോസ് 840 കണ്ടോ? കോസ് 840 നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻ എന്നൊക്കെ ഒരു വ്യത്യാസം അതിനുണ്ട്. എന്താ? ശരി, നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യനെ അത് നമ്മൾ 90 അല്ലെങ്കിൽ 90ക്കും 360ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂസ് ഒക്കെ ആയിരുന്നു തന്നത് അല്ലെ? 330 ആണെങ്കിലും 135 ആണെങ്കിലും അങ്ങനെ കുറച്ച് വാല്യൂസ് എല്ലാം നമ്മൾ എന്താണ് 90ക്കും അല്ലെങ്കിൽ 0ക്കും 360ക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ആയിരുന്നു. ഇപ്പോൾ വന്നതോ 840 അല്ലെ? 840 എന്നുള്ള വാല്യൂ വന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് നമുക്കിനി എത്ര വലിയ വാല്യൂസും ആയിക്കോട്ടെ, നമുക്ക് 360 വരെയുള്ള വാല്യൂസ് മാത്രമൊന്നുമല്ല, ഏതൊരു വാല്യൂ തന്നാലും നമുക്ക് കോഡൺ ഫോമിൽ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ കോസ് 840 നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ. ഇതുപോലെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കോഡൺ ഞാൻ ഒന്നൊരു വരയ്ക്കുവാണ്. കണ്ടോ? 0, 90, 180, 270, 360. അതായത് നമ്മൾ ഇത് മെഷർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 0 നിന്ന് 90ലോട്ട് വന്നു. 90 180 ആയി, 180 നിന്ന് 270 ആയി, 270 ആണ് 270 ആയി, 270 നിന്ന് വീണ്ടും 360 ആയി. പിന്നെ വീണ്ടും എന്താണ്? പിന്നെ വീണ്ടും 90 ആഡ് ചെയ്ത് പോവും. പിന്നെ വീണ്ടും ആഡ് ചെയ്യും, വീണ്ടും ആഡ് ചെയ്യും, വീണ്ടും ആഡ് ചെയ്യും. കണ്ടോ? വീണ്ടും അടുത്ത റെവല്യൂഷനായി. അങ്ങനെയാണ് പോണത്. മനസ്സിലായോ? 90 180 270 360, വീണ്ടും 360 പ്ലസ് 90 അങ്ങനെ ഒരു വാല്യൂ വന്നാൽ ആ വാല്യൂ ആയിരിക്കും ഇവിടെ ആഡ് ചെയ്ത് പോണത്. അങ്ങനെയാണ് റൗണ്ട് ചെയ്ത് പോണത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ 840നെ 90യുടെ എങ്ങനത്തെ മൾട്ടിപ്പിൾ ആക്കി എഴുതാൻ പറ്റും? 840 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 90 ഇൻറ്റു അല്ലേ 840. ഞാൻ ഒരു 9 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 0 9 9s are 81. കണ്ടോ? 9 9s are 81. ഈ അതപ്പോൾ 810 എന്ന് വരും. ഈ 810 എന്ന് പറയുന്ന വാല്യൂ 840യുമായിട്ടൊരു അടുപ്പമുള്ള വാല്യൂ അല്ലേ? 840യുമായിട്ട് അടുപ്പമുള്ള വാല്യൂ അല്ലേ 810 എന്ന് പറയുന്നത്? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 90 × 9. അത് നമ്മളൊന്ന് ഒരു ഐഡിയ വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ, ഏത് കോട്ടണിൽ വരും എന്നുള്ളത്. നമ്മൾ മാത്സിൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ നോക്കത്തില്ലേ, അതേപോലെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്നൊന്ന് നോക്കുക. 90 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ കോസ് എന്തെഴുതാം? 90 × 9 പ്ലസ്, അപ്പോൾ 810 ആയുള്ളൂ. ബാക്കി എന്ത് വേണം? 40 ആവണം. അപ്പോൾ എന്ത് വേണം? ഒരു 30 കൂടി ആഡ് ചെയ്യണം അല്ലേ? നോക്കിയാൽ ആലോചിച്ച് നോക്കിക്കേ. 810 പ്ലസ് 30 840 ആയില്ലേ? ഓക്കെ, 840 ആയി. അപ്പോൾ കോസ് 90 × 9 പ്ലസ് 30 നമുക്ക് വന്നു. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് വീണ്ടും നോക്കാം, ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ നോക്കാം. 9 എന്താണ്? ഓഡാണോ ഈവൻ ആണോ? ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ വരുമ്പോൾ എന്തെടുക്കണം? കോ ഫംഗ്ഷൻ എടുക്കണം. അപ്പോൾ കോസിന്റെ കോ ഫംഗ്ഷൻ ഏതായിരിക്കും? സൈൻ അല്ലേ?
ആണ് സൈൻ 30. ഇനിയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കേ, ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് അറിയണം അല്ലേ? ഏത് ക്വാഡ്രൻ്റ്? ഇത്രയും നേരം നമ്മൾ പഠിച്ചാണെങ്കിൽ എന്താ, ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ് നമുക്ക് അത്രേ അറിയായിരുന്നു. ASTC വെച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ് 9 വന്നിരിക്കുമല്ലേ, 9. അപ്പോൾ ഇതെങ്ങനെ വരും? ഇവിടെ 9 വരുമ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് റൗണ്ട് വന്നു, സെക്കൻഡ് റൗണ്ട് വന്നു, തേർഡ് റൗണ്ട് വന്നു, ഫോർത്ത് റൗണ്ട് വന്നു അല്ലേ? പിന്നെ വീണ്ടും 5th, 6th, 7, 8. കണ്ടോ? ഇപ്പോഴാകുമ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കൊരു കംപ്ലീറ്റ് ആവും. 8 കഴിഞ്ഞ് വീണ്ടും 9 ആവുമ്പോൾ ഇത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ വന്നു. അത് അറിയാൻ വേണ്ടി ജസ്റ്റ് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. 1 × 4 ആവുമ്പോൾ 360 ആവും അല്ലേ? 1 × 4 ഒരു റൗണ്ട് 4 പ്രാവശ്യം കറങ്ങി വരുമ്പോൾ 360 ആവും. പിന്നെ വീണ്ടും ഒരു 4 കൂടി കറങ്ങി വരുമ്പോഴാണ് വീണ്ടും 360 ആവുന്നത്. അപ്പോൾ 4 × 4 8 ആയി. പിന്നെ വീണ്ടും 8 കഴിഞ്ഞ് 9 ആവണമെങ്കിൽ വീണ്ടും അടുത്ത ക്വാഡ്രന്റിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പിടിക്കണം. 9 ആയി അല്ലേ? അപ്പോൾ എന്താ, 9 × 9 വന്നപ്പോൾ വീണ്ടും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കറങ്ങി തിരിഞ്ഞ് വന്നത്. പിന്നെ നോക്കിക്കേ, അവിടെ എന്താ, +30 അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ് കറങ്ങി തിരിഞ്ഞ് വന്നു, +30 കൂടി ആകുമ്പോൾ ഒരു 30 കൂടി അധികം വന്നു. അപ്പോൾ അത് എവിടെ ചാടും? സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് ചാടും അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരും. ഇനി നോക്കിക്കേ, സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നപ്പോൾ കോസിന്റെ വാല്യൂ എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ ഈ സൈനിന്റെ വാല്യൂ അല്ല എടുക്കാനുള്ളത്. സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ കോസിന്റെ വാല്യൂ, നമ്മുടെ ക്വസ്റ്റ്യൻ, കോസിന്റെ വാല്യൂ എന്താ? സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. സോ മൈനസ് sin 30യുടെ വാല്യൂ എടുക്കണം. വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂ ആണ് എടുക്കാനുള്ളത്. പക്ഷെ സൈൻ നോക്കുമ്പോൾ ക്വസ്റ്റ്യന്റെ സൈൻ വേണം നോക്കാൻ. -sin 30 1/2. സോ നമുക്ക് ആൻസർ എന്ത് വന്നു? -1/2 എന്ന് വന്നു. ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതേപോലെ ക്വാഡ്രന്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്താ, ഒരു ലാർജർ നമ്പറൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് തരണം. കണ്ടോ? അപ്പം 9 × 4 വരെ ഉള്ളതെന്നൊന്നും വിചാരിക്കരുത്. വീണ്ടും അതിന്റെ എന്താണ്, ഇരട്ടി കൊണ്ടും 4 ടൈംസ് കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. കേട്ടോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തേക്ക് പോവാം. sin 135 അല്ലെ? sin 135 എളുപ്പമാണ്, സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. sin 135 എങ്ങനെ ചെയ്യാം? sin സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. 1 × 90 90 + 45 അല്ലേ? ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 135 കിട്ടി. അപ്പൊ എന്താണ്? sin 1 × 90 + 45 എന്ന് കിട്ടി. അങ്ങനല്ലേ? ഇനി എന്താ, 1 × 90, 1 എന്താണ്? കോ ഫംഗ്ഷൻ. ഓടാണോ ഈവൻ ആണോ? ഓടാണ്. ഓട് വന്നാൽ കോ ഫംഗ്ഷൻ എടുക്കണം. നമ്മൾ എന്തെടുക്കണം? cos 45 എടുക്കണം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി സൈനിന്റെ വാല്യൂ ഏത് ക്വാഡ്രന്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. ക്വാഡ്രന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് വേണം? ഏതായിരിക്കും? 90+ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ 90+ ആവുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനിന്റെ വാല്യൂ, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ് വാല്യൂ ആണ്. സോ പോസിറ്റീവ് എന്ന് വരും. എന്നിട്ട് cos 45ന്റെ വാല്യൂ എന്താ? 1/√2. സോ +1/√2 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഏതാണ് ഓപ്ഷൻ 1? ക്ലിയർ ആയോ? ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല സിമ്പിൾ ആവും. നമുക്ക് പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാം. ആ ഒരു രീതിയിലോട്ട് വരും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വാഡ്രന്റ് ഫോർമുല എന്ന് പറയുന്നത്. ക്വാഡ്രന്റ് ഫോർമുലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അതായത് ക്വാഡ്രന്റ് ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എത്ര വലിയൊരു ആംഗിൾസ്, അതായത് ട്രിഗണോമെട്രിക് റേഷ്യൂസിന്റെ എത്ര വലിയൊരു ആംഗിൾ വേണമെങ്കിലും നമുക്ക് ക്വാഡ്രന്റ് ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഓക്കെ, എന്താണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്? അതായത് നോക്കിക്കേ, നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. അതായത് അതൊരു ഫണ്ടമെന്റൽ വാല്യൂസ് ആണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വാല്യൂസ്, അത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്താണ്, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന്. ഇത് കണ്ടോ, ഇത് sin² θ + cos² θ = 1. ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ള കാര്യമാണ്. ഒരു 3 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എങ്ങനെ ആയാലും എഴുതാൻ വേണ്ടി പഠിക്കണം. ഇവിടെ പറയുന്നത് sin² θ + cos² θ = 1 അല്ലേ? രണ്ടാമത്തെ എന്താന്ന് നോക്കിക്കേ. 1 + tan² θ = sec² θ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഇങ്ങോട്ട് മാറ്റി എഴുതാം നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. sin² θ + cos² θ = 1. ഇത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഇതുപോലെ sin² θയും cos² θയോടെ ആഡ് ചെയ്ത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ sin² θ + cos² θ അടുത്ത് വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. sin² θ + cos² θ എവിടെ കണ്ടോ അവിടെ നിങ്ങൾക്ക് 1 ആക്കി എഴുതാം. ഓക്കെ, അതാണ് പറയുന്നത്.
നമ്മളൊരു വലിയൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഒക്കെ നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ എന്താണ് ഇതുപോലത്തെ ഐഡന്റിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ സിമ്പിൾ ആയിരിക്കും. ആ ഐഡന്റിറ്റീസ് വെച്ചിട്ട് നമുക്ക് അതിനെ എന്തെങ്കിലും സോൾവ് ചെയ്ത് ഒരു സിമ്പിൾ ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, നോക്കിക്കേ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അടുത്തത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 6 സ്ക്വയർ തീറ്റ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഐഡന്റിറ്റീസ് ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് തന്നെ അതിനകത്ത് പല പല രീതിക്ക് എഴുതി പോകാം. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം, അതിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താണ് 1 ഈ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ അങ്ങ് അപ്പുറത്ത് വരും, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. കണ്ടോ, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അതായത് ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന രീതിയിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടിട്ട് ആരും ഒരുപാട് ടെൻഷൻ വരേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാവും, കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നും. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇനി ഇതിൽ നിന്ന് സൈൻ തീറ്റ മാത്രമേ അവർ ചോദിച്ചോളെങ്കിലോ, സൈൻ തീറ്റ ഈക്വൽ ടു, അപ്പൊ നമ്മൾ എന്ത് വേണം, ഇവിടെ രണ്ടിടത്തും സ്ക്വയർ ഉണ്ടല്ലോ, നമ്മൾ അതിനെ അങ്ങ് സ്ക്വയർ റൂട്ട് എടുക്കണം. സൈൻ തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത്. നിങ്ങൾ അതൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അങ്ങ് ഡിറൈവ് ചെയ്ത് എഴുതാൻ പറ്റും. നമ്മൾ ആദ്യം ആ ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അടുത്ത നോക്കിക്കേ, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 6 സ്ക്വയർ തീറ്റ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 6 സ്ക്വയർ തീറ്റ. അതിൽ നമുക്ക് എന്തെഴുതാം, അതിനകത്ത് നമുക്ക് ടാൻ സ്ക്വയർ തീറ്റയുടെ ഫോം എഴുതാമല്ലോ. ടാൻ സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഈ 1 ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോകാമേ, എന്താ 6 സ്ക്വയർ തീറ്റ മൈനസ് 1 അങ്ങനെ എഴുതാം. അതിൽ നിന്ന് ടാൻ തീറ്റ ഈക്വൽ റൂട്ട് ഓഫ് 6 സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നൊക്കെ എഴുതാം. അതൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഇതൊന്ന് ആലോചിച്ചാൽ മതി. ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 6 സ്ക്വയർ തീറ്റ മൈനസ് 1. അടുത്ത് നോക്കിക്കേ, കൊസീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. കൊസീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. നമുക്ക് ഈ ഒരു 1ന്റെ ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് ഇതിനെ അങ്ങനെ ആക്കാമേ. അതായത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 6 സ്ക്വയർ തീറ്റ അല്ലേ, അല്ലെങ്കിൽ 6 സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. 6 സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇത്രയാണ് നമുക്കുള്ള മെയിൻ ആയിട്ട് ഇക്വേഷൻസ്. ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇങ്ങനെ ആലോചിച്ചാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇത് ഞാൻ ഈ എഴുതുന്ന ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഞാൻ എഴുതുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇത് നമ്മൾ PPT എഴുതുന്നതുകൊണ്ടാണ് അങ്ങനെ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അടുത്ത എന്താണ്, 6 സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എവിടെയെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ 6 സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഫോമിൽ കണ്ടാൽ ഇങ്ങനെ 6 സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. പിന്നെന്താ, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അതായത് ആരും തെറ്റിദ്ധരിക്കരുത്, ഈ 2 ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുന്നത്. ഈ 1ന്റെ ടേമിലാകുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇടുമ്പോൾ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 എണ്ണം ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് ഇപ്പൊ തന്നെ നമുക്ക് പഠിച്ചു പോവാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. 6 സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഓക്കെ, ഇത് 3ഉം 1ൽ വരുന്ന രീതിയിലുള്ള 3 ഐഡന്റിറ്റീസ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒക്കെ ക്ലിയർ ആവും. പ്രോബ്ലത്തിലേക്ക് പോവാം. എന്താ ക്വസ്റ്റ്യൻ, 1 മൈനസ് കോസ് സ്ക്വയർ എ ഇൻറ്റു കൊസീക് സ്ക്വയർ എ. ഇതിനകത്ത് ഏതാണെന്ന്, 1 മൈനസ് കോസ് സ്ക്വയർ എ ഇൻറ്റു കൊസീക് സ്ക്വയർ എ. എങ്ങനെ ചെയ്യാം, നമുക്കൊന്ന് എഴുതി നോക്കാം. 1 മൈനസ് കോസ് സ്ക്വയർ എ ഇൻറ്റു കൊസീക് സ്ക്വയർ എ. എങ്ങനെ എഴുതാം, ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ടഫാണെന്ന് കേട്ടോ, പക്ഷേ വളരെ സിമ്പിളാണ്. ഈ 1 മൈനസ് കോസ് സ്ക്വയർ എനെ നമുക്ക് എവിടെയെങ്കിലും കണ്ട എന്തെങ്കിലും ഓർമ്മയുണ്ടോ? 1 മൈനസ് കോസ് സ്ക്വയർ എ, 1 ഉണ്ട്, ഒരു കോസ് സ്ക്വയർ എ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുക, കോസ് സ്ക്വയറും എയും 1ഉം ഒക്കെ ഉള്ള എവിടെയാണ്? സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പോൾ 2 ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് കണക്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഐഡന്റിറ്റി ആണോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നോക്കിയപ്പോൾ എന്താ, 1 മൈനസ് കോസ് സ്ക്വയർ എ വന്നപ്പോൾ 1 കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ എ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എങ്ങനെയായിരുന്നു അത്, സൈൻ സ്ക്വയർ എ, ഈ തീറ്റ മാറ്റിയിട്ട് നമുക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. സൈൻ സ്ക്വയർ എ
പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 ആണല്ലോ. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 ആണല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിനെ എന്തെല്ലാം 1 മൈനസ് കോസ് സ്ക്വയർ എ ആവണമെങ്കിൽ എന്ത് വേണം? ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിരിക്കും ബാക്കിയുള്ളത്? സൈൻ സ്ക്വയർ എ. സൈൻ സ്ക്വയർ എ അതേപോലെ എഴുതിയിട്ട് 1 മൈനസ് കോസ് സ്ക്വയർ എ. കണ്ടോ? 1 മൈനസ് കോസ് സ്ക്വയർ. അപ്പൊ 1 മൈനസ് കോസ് സ്ക്വയർ എ എന്നുള്ളത് നമുക്ക് എന്താ കിട്ടിയത്? സൈൻ സ്ക്വയർ എ. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്തുകൊണ്ടാ? നമുക്ക് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 അങ്ങനെ ഐഡന്റിറ്റി അറിയാവുന്നത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. അതെ, അപ്പൊ നമ്മൾ എന്ത് വേണം? അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? സൈൻ സ്ക്വയർ എ എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ സൈൻ സ്ക്വയർ എ ഞാൻ എഴുതി. സൈൻ സ്ക്വയർ എ ഇൻറ്റു ഇനി എന്തുവാ? ഇൻറ്റു കൊസീക് സ്ക്വയർ എ ഞാൻ അതേപോലെ എഴുതി. ഇനി എനിക്കൊരു ഇക്വേഷനിൽ നമ്മൾ ഇനി ആൻസറിലേക്ക് നോക്കി. ആൻസറിലേക്ക് നോക്കിയപ്പം ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ ഓപ്ഷനിൽ കിടക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് വേണം? എങ്ങനെയെങ്കിലും ഈ ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിക്കണം. ആലോചിച്ച് നോക്കി, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ ഇപ്പം എനിക്ക് അവസാനം കിട്ടിയ ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൈനിന്റെ റെസിപ്രോക്കൽ ആണല്ലോ ഈ കൊസീക്ക് എന്ന് പറയുന്നത് അല്ലേ. സൈനിന്റെ റെസിപ്രോക്കൽ അല്ലേ കൊസീക്ക്? ആണ്. അതായത് അപ്പൊ എനിക്ക് എന്തെഴുതാം? സൈൻ എ എന്നുള്ളതിന് പകരം എനിക്ക് എന്തെഴുതാം? 1 ബൈ കൊസീക്ക് എന്ന് എഴുതാം അല്ലെ. സൈൻ എന് പകരം എന്താ? 1 ബൈ കൊസീക്ക് എന്ന് എഴുതാം. അല്ലെങ്കിൽ കൊസീക്ക് എക്ക് പകരം എനിക്ക് 1 ബൈ സൈൻ എന്ന് എഴുതാം അല്ലെ. സൈൻ എക്ക് പകരം 1 ബൈ കൊസീക്ക് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്ക് പകരം എനിക്ക് എന്തെഴുതാം? സൈൻ എക്ക് പകരം 1 ബൈ കൊസീക്ക് എന്ന് എഴുതി. അപ്പോ എനിക്ക് സൈൻ സ്ക്വയർ എക്ക് പകരം എന്തെഴുതാം? 1 ബൈ കൊസീക് സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. സൈൻ സ്ക്വയർ എക്ക് പകരം അങ്ങനെ എഴുതാമല്ലോ, 1 ബൈ കൊസീക് സ്ക്വയർ എ. അപ്പൊ എനിക്ക് സൈൻ സ്ക്വയർ എക്ക് പകരം ഞാൻ ഇവിടെ എന്തെഴുതി? 1 ബൈ കൊസീക് സ്ക്വയർ എന്ന് എഴുതി. 1 ബൈ കൊസീക് സ്ക്വയർ എ ഇൻറ്റു പിന്നെ എന്താ ഉള്ളത്? കൊസീക് സ്ക്വയർ എ. കൊസീക് സ്ക്വയർ എ പിന്നെ അതേപോലെ തന്നെ അവിടെ ഉണ്ട്. 1 ബൈ കൊസീക് സ്ക്വയർ എ ഇൻറ്റു കൊസീക് സ്ക്വയർ എ. ഇനി എന്ത് ചെയ്യും? ഇത് രണ്ടുകൂടിയും കട്ട് ചെയ്തു പോകും. മുകളിലും താഴെയും ഒരേപോലത്തെ നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരേപോലത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് പോകത്തില്ലേ. അപ്പോൾ കൊസീക് സ്ക്വയർ എ ബൈ കൊസീക് സ്ക്വയറുടെ വാല്യൂ എന്താ കിട്ടുന്നേ? 1 എന്ന് വരും. സോ ഓപ്ഷനിലേക്ക് എത്തിയാണ്ടോ 1. ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ? നമുക്ക് ഒരു ട്രിഗണോമെട്രിക് ഫോമിൽ തന്നിരുന്നാലും അവസാനം നമുക്ക് ഡിജിറ്റ്സിലൂടെ കൊണ്ടുവരാൻ പറ്റുന്ന ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തായാലും ഇതിന്റെ ആൻസർ ഏതെങ്കിലും ട്രിഗണോമെട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂസ് ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്താണ് ഒരു ഡിജിറ്റ്സിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താണ്? കോസ് സ്ക്വയർ എ പ്ലസ് 1 ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. ഒന്ന് എഴുതി വെക്കാം നമുക്ക്. കോസ് സ്ക്വയർ എ പ്ലസ് 1 ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. ഇതെങ്ങനെ എഴുതാണേ? ഓക്കെ. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? കോസ് സ്ക്വയർ എ പ്ലസ് 1 ബൈ കോട്ട് സ്ക്വയർ എ. നോക്കിക്കേ, 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ. 1 ഉണ്ട്, കോട്ട് സ്ക്വയർ എ ഉണ്ട്, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ഏതാണ്? കൊസീക്കും കോട്ടും തമ്മിൽ അങ്ങനെ ഒരു സംഭവം, ഒരു ബന്ധമുണ്ട് നമ്മൾ പഠിച്ചല്ലേ. കൊസീക് സ്ക്വയറും കൊസീക്കും കോട്ടും ഒന്ന് എഴുതി വെക്കാം നമുക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം അല്ലെ. അതിൽ നിന്ന് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ കിട്ടണ്ടേ. അതായത് ഈ 1 ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകണ്ടേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? കൊസീക് സ്ക്വയർ എ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്ക് പകരം കൊസീക് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോ കോസ് സ്ക്വയർ എ പ്ലസ് 1 ബൈ എന്താണ്? 1 പ്ലസ് കോട്ട് സ്ക്വയർ എ അല്ലേ. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്ക് പകരം കൊസീക് സ്ക്വയർ എ. ഇനി നോക്കി, കോസ് സ്ക്വയറും കൊസീക് സ്ക്വയറും ആണ് കിടക്കുന്നത്. കോസ് സ്ക്വയർ കൊസീക് സ്ക്വയർ, കോസ് സ്ക്വയർ എ പ്ലസ് 1 ബൈ കൊസീക് സ്ക്വയർ എന്നാണ് എനിക്കിപ്പോൾ കിട്ടിയത് അല്ലേ. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കോസ് സ്ക്വയർ എയും കൊസീക് സ്ക്വയർ എയും സൈൻ സ്ക്വയർ എയും കൊസീക് സ്ക്വയർ എയും തമ്മിൽ നമുക്ക് എഴുതായിരുന്നു. എന്താണ്? ഇവിടെ കൊസീക് സ്ക്വയർ എക്ക് പകരം 1 ബൈ സൈൻ സ്ക്വയർ എന്ന് എഴുതി അങ്ങനെ എഴുതി പോകായിരുന്നു. പക്ഷേ അങ്ങനെ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേറൊരു കാര്യം അറിയാം. 1 ബൈ കൊസീക് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും സൈൻ സ്ക്വയർ എ ആണെന്നറിയാം. എന്തോ അവിടെ നമുക്ക് അങ്ങനെ എഴുതി നോക്കാം. അപ്പൊ ഈ തന്നിരിക്കുന്ന കോസ് സ്ക്വയറിനെ ഞാൻ അതേപോലെ അങ്ങ് എടുത്തെഴുതി. പ്ലസ് ഈ 1 ബൈ കൊസീക് സ്ക്വയർ എ എന്താണ്? രണ്ടും കൽപ്പിച്ച് ഞാൻ എഴുതാണ്. 1 ബൈ കൊസീക് സ്ക്വയർ എന്താണ്? സൈൻ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ അതേപോലെ സൈൻ സ്ക്വയർ എന്ന് എഴുതി. നമുക്കറിയാവുന്ന കാര്യം എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ അതിലേക്കൊന്ന് നോക്കി. എവിടെയോ കണ്ട പോലെ ഒരു ഇക്വേഷൻ, കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ. തിരിച്ചു പറഞ്ഞാൽ
സൈൻ സ്ക്വയർ എ പ്ലസ് കോ സ്ക്വയർ എ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സൈൻ സ്ക്വയർ എ പ്ലസ് കോ സ്ക്വയർ എ അല്ലെങ്കിൽ കോ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഈക്വൽ ടു എന്താ? 1 അല്ലേ. അപ്പോൾ അത് 1 ആണെന്ന് കിട്ടി. സൈൻ സ്ക്വയർ പ്ലസ് കോ സ്ക്വയറുടെ വാല്യൂ എന്താണ്? 1 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? കോ സ്ക്വയർ എ പ്ലസ് 1/1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആ 1 പ്ലസ് കോട്ട് സ്ക്വയറിന് എന്തെഴുതി? നമുക്കറിയാം, നമ്മൾ പഠിച്ച മൂന്നാമത്തെ ഐഡന്റിറ്റി കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അതിൽ നിന്ന് കൊസീക് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ കൊസീക് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് എഴുതി. ആ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഇവിടെ റീപ്ലേസ് ചെയ്തു. എന്ത് മാറ്റി? കൊസീക് സ്ക്വയർ എ ഇവിടെ കൊടുത്തു. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്ക് പകരം കൊസീക് സ്ക്വയർ എ കൊടുത്തു. സോ 1 ബൈ കൊസീക് സ്ക്വയർ എ എന്ന് എഴുതി. ഇനി 1 ബൈ കൊസീക് സ്ക്വയർ എ എന്താണ്? 1 ബൈ കൊസീക് സ്ക്വയർ എ അത് സൈൻ സ്ക്വയർ എ ആണെന്നറിയാം. സോ നമ്മൾ എന്ത് പറഞ്ഞു? 1 ബൈ കൊസീക് സ്ക്വയർ എക്ക് പകരം സൈൻ സ്ക്വയർ എ എന്ന് കൊടുത്തു. ഇവിടെ ഓൾറെഡി ഒരു കോ സ്ക്വയർ എ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ സൈൻ സ്ക്വയർ എ കൂടി ആഡ് ചെയ്തപ്പോൾ സൈൻ സ്ക്വയർ എ പ്ലസ് കോ സ്ക്വയർ എ നമ്മൾ പഠിച്ച വേറൊരു ഐഡന്റിറ്റി ഈക്വൽ ടു 1. സോ അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. സൈൻ സ്ക്വയർ എ പ്ലസ് 1/1 പ്ലസ് ടാൻ സ്ക്വയർ എ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. നമ്മൾ കണ്ടതുമായിട്ടൊക്കെ ആ ഒരു ബന്ധമുണ്ട് അല്ലേ. നമുക്ക് നോക്കാം അതുപോലാണോ ചെയ്യുന്നത് നോക്കാം. സൈൻ സ്ക്വയർ എ പ്ലസ് 1/1 പ്ലസ് ടാൻ സ്ക്വയർ എ. നമ്മളിതിപ്പോൾ കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കുകയാണ് ഞാൻ. എന്താ? 1/1 പ്ലസ് ടാൻ സ്ക്വയർ എ. 1ഉം വരുന്നുണ്ട്, ടാൻ സ്ക്വയർ എയും വരുന്നുണ്ട്. അപ്പോൾ ടാൻ സ്ക്വയർ എയും 1ഉം തമ്മിലുള്ള എന്തോ ഒരു റിലേഷനുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 6 സ്ക്വയറും ടാൻ സ്ക്വയറും അല്ലേ. ഓക്കെ, 6 സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. അല്ലെങ്കിൽ 6 സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമുക്ക് 6 സ്ക്വയർ എക്ക് എന്ത് എഴുതാം? 6 സ്ക്വയർ എ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? 6 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ സൈൻ സ്ക്വയർ എ അതേപോലെ എഴുതി പ്ലസ് 1/1 പ്ലസ് ടാൻ സ്ക്വയർ എക്ക് പകരം 6 സ്ക്വയർ എ അല്ലേ എഴുതി ഈക്വൽ ടു. ഇനി വീണ്ടും സൈൻ സ്ക്വയർ എ പ്ലസ് 1/6 സ്ക്വയർ എ. എന്താ? നമുക്ക് വീണ്ടും നമ്മൾ ആലോചിക്കുകയാണ്. 1/6 സ്ക്വയർ എ. 1/6 സ്ക്വയർ എ എന്തായിരിക്കും? സീക്കിന്റെ റെസിപ്രോക്കൽ കോസ് അല്ലേ. സീക്ക് ആണെങ്കിൽ 1/cos എ അല്ലെങ്കിൽ കോസ് ആണെങ്കിൽ 1/സീക്ക്. അപ്പൊ 1/സീക്ക് വന്ന കോസ് പറഞ്ഞു. അപ്പൊ 1/സീക്ക് സ്ക്വയർ വന്ന കോസ് സ്ക്വയർ അല്ലേ. അപ്പൊ 1/സീക്ക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എ. ഓൾറെഡി സൈൻ സ്ക്വയർ എ ഉണ്ട്, അതേപോലെ എഴുതി സൈൻ സ്ക്വയർ എ പ്ലസ് എന്താണ്? 1/സീക്ക് സ്ക്വയർ എക്ക് പകരം കോസ് സ്ക്വയർ എ. ഇനി നോക്കിക്കേ, എന്താണ്? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ. എന്താണ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ? 1 അല്ലേ. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ 1 ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? ഇതും ഇതുപോലെ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനും ഏതാണ്ട് ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. 7 ഇൻറ്റു കൊസീക് സ്ക്വയർ എ മൈനസ് 7 ഇൻറ്റു കോട്ട് സ്ക്വയർ എ ഈക്വൽ ടു വാട്ട്? 7 ഇൻറ്റു കൊസീക് സ്ക്വയർ എ. 7 ഇൻറ്റു കൊസീക് സ്ക്വയർ എ മൈനസ് 7 ഇൻറ്റു കോട്ട് സ്ക്വയർ എ ഈക്വൽ ടു എന്താ? നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമ്മളൊരു ജനറലി ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമ്മൾ അതിനകത്ത് നോക്കും, അതിനകത്ത് എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും അല്ലേ. കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ടെങ്കിൽ അവരിങ്ങനെ എടുത്ത് പുറത്തൊക്കെ മാറ്റും. ഇവിടെ നോക്കിക്കേ, ഈ 2 ടേംസിലും എന്തുണ്ട് കോമൺ ആയിട്ട്? ഒരു 7 കോമൺ ആയിട്ട് കാണുന്നില്ലേ? അപ്പൊ എന്തെഴുതാം? 7 ഇൻറ്റു കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ. എഴുതിക്കൂടെ മോനെ? 7 ഇൻറ്റു കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതാം. കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ആയിട്ട് ബന്ധമുണ്ടോ? കൊസീക് സ്ക്വയർ തീറ്റയും കോട്ട് സ്ക്വയർ തീറ്റയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിന് എന്തെഴുതാം? കൊസീക് സ്ക്വയർ എ ആണെങ്കിൽ കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ എന്താ? കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ആയിട്ടല്ലേ വന്നത്? 7 ഇൻറ്റു കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എക്ക് പകരം 1 എന്ന് കൊടുക്കാം. അപ്പൊ 7 ഇൻറ്റു 1 എന്താണ്? 7 ഈസ് അവർ ആൻസർ. കണ്ടോ? എന്തേ 7? ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. ഓക്കെ, അടുത്ത എന്താണ്? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് വെച്ചിരിക്കുന്നത്? സൈൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ. ഞാനൊന്ന് എഴുതാം. സൈൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എ. സൈൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ എ. സൈൻ എ ഈക്വൽ ടു
റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എ സൈൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് കോസ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കറിയാം, നമ്മൾ ആകെ പഠിച്ചിട്ടുള്ള 3 ഐഡന്റിറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. 3 പ്രധാനപ്പെട്ട 3 ഐഡന്റിറ്റീസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് സൈൻ എ റൂട്ട് വന്നു, സൈനും ഉണ്ട് കോസ് ഉണ്ട്. അപ്പോൾ സൈനും കോസും ഇവിടെ ഒരു കോസ് സ്ക്വയർ ഒക്കെ കാണുന്നുണ്ട്. സൈനും കോസും ഒക്കെ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഏതാണ് നമ്മൾ പഠിച്ചേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ ഇവിടെ എയുടെ ടേംസിലായതുകൊണ്ട് നമുക്ക് എയുടെ ടേംസിൽ എഴുതാം. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. അങ്ങനെ എഴുതാമല്ലോ. ഉണ്ടോ? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതിക്കൂടെ? അതിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത്? ഇവരെ ലെഫ്റ്റ് സൈഡ് എന്താണെന്ന് നോക്കി. LHS എല്ലാം സൈൻ എ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത് അല്ലെ. സൈൻ എ ആണ് വേണ്ടത്. നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം, സൈനിന്റെ ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറയുവാണ്, ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എ ഞാൻ എടുക്കുക. സൈൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു അതേപോലെ ഇട്ടിട്ട് ബാക്കിയുള്ള ആളിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? 1 ഇവിടെ ഓൾറെഡി ഉണ്ട്, മൈനസ് ഈ പ്ലസ് കോസ് സ്ക്വയർ എ അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് കോസ് സ്ക്വയർ എ. സോ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് വരും. എന്താണ്? സൈൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് കിട്ടി. എനിക്ക് എന്താ വേണ്ടത്? സൈൻ സ്ക്വയർ എ ആണോ വേണ്ടത്? അല്ല, എനിക്ക് വേണ്ടത് സൈൻ എ ആണ് അല്ലേ. അപ്പൊ സൈൻ എ എനിക്ക് എന്ത് എഴുതാം? നമുക്കറിയാം ഇവിടെ ഇപ്പൊ എനിക്ക് വേണ്ടത് ഇവിടെ ഇപ്പൊ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എന്നാ കിടക്കുന്നത് അല്ലേ. അപ്പൊ എനിക്ക് വേണ്ട എന്താ? സൈൻ എ ആണ്. സൈൻ എ വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് സ്ക്വയർ മാറ്റണ്ടേ. അപ്പം സ്ക്വയർ മാറ്റണമെങ്കിൽ എന്ത് വേണം? റൂട്ട് എടുക്കണ്ടേ അല്ലേ. ഇപ്പൊ നമ്മൾ നോക്കിക്കേ, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 അങ്ങനെ ഒരു വാല്യൂ വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എ സ്ക്വയർ അല്ല കണ്ടുപിടിക്കാനുള്ളത്, എനിക്ക് എ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എ ഈക്വൽ ടു റൂട്ട് എടുക്കും അല്ലെ. റൂട്ട് ഓഫ് 25 എന്ന് എടുക്കും, അതായത് 5 എന്ന് വരും. അതേപോലെ തന്നെ ഇവിടെ സൈൻ സ്ക്വയർ എയുടെ വാല്യൂ ആണ് എന്ത്? 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് സൈൻ സ്ക്വയർ എ ആണോ വേണ്ടത്? അല്ല, എനിക്ക് വേണ്ടത് സൈൻ എ ആണ്. അപ്പൊ സൈൻ എ വേണമെങ്കിൽ എന്ത് വേണം? മറ്റേ സൈഡിൽ റൂട്ട് എടുത്ത് കൊടുക്കണം. എന്ത് വേണം? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് വരും. കണ്ടോ? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് വരും. സൈൻ എയുടെ വാല്യൂ എന്താ കിട്ടിയേ? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ. നമ്മുടെ ഓപ്ഷനിലുണ്ടോ? അത് ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ നമ്പർ എ അല്ലേ. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ. സൈൻ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. അതായത് നിങ്ങൾ ശരിക്കും ഈ ഒരു ഐഡന്റിറ്റീസ് എഴുതുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ഈ ഒരു 3 ഐഡന്റിറ്റീസ് നന്നായിട്ട് പഠിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി നോക്കുക. അതിനകത്ത് ഇപ്പൊ എന്താ? സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 അറിയാം. അതിനകത്ത് സീക് തീറ്റ എന്തായിരിക്കും? സീക് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് എഴുതി നോക്കണം. അപ്പൊ നമുക്കത് കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അതിൽ നിന്ന് സീക് തീറ്റ കണ്ടുപിടിക്കാം, ടാൻ തീറ്റ കണ്ടുപിടിക്കാം അല്ലെ. സീക് സ്ക്വയർ തീറ്റയും കണ്ടുപിടിക്കാം, ടാൻ സ്ക്വയർ തീറ്റയും കണ്ടുപിടിക്കാം. അതേപോലെ ഈ ഓരോ ഐഡന്റിറ്റീസും സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അതിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ, അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ, അങ്ങനെ പിന്നെ വീണ്ടും അതിന്റെ റൂട്ട് എടുത്ത് കണ്ടുപിടിക്കാം. അതേപോലെ നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. അതാണ് ഈ പ്രധാനമായിട്ട് വരുന്ന 3 ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? 3 ഐഡന്റിറ്റീസിന് നന്നായിട്ട് പരിചയപ്പെട്ടു. ആ ഐഡന്റിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അതിന്റെ വാല്യൂസ് ഒക്കെ കൊടുത്തു നോക്കി അല്ലെ. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കി. അതുപോലെ തന്നെ പിന്നെ എന്താ നമ്മൾ നോക്കിയതെന്ന്? ക്വാഡ്രന്റ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് എന്താ കണ്ടുപിടിച്ചത്? ഏതൊരു ട്രിഗണോമെട്രിക് റേഷ്യൂസിന്റെയും ഏതൊരു വാല്യൂ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ വരുന്ന ഈ ഒരു ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ഏരിയ ഇത്രയാണ് ഏതാണ്ട് നമ്മൾ ഒരുവിധം എല്ലാം കവർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നപ്പോൾ ഏതായിരുന്നു? നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞു. ആദ്യത്തെ പോർഷൻ വന്നത് ട്രിഗണോമെട്രിക് റേഷ്യൂസ് എന്താണെന്നായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് പൈതഗോറസ് തിയറം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഓരോ വാല്യൂസ് കൊടുത്തല്ലേ. ട്രിഗണോമെട്രിക് റേഷ്യൂസിന്റെ ഒരു വാല്യൂ തന്നിരുന്നാൽ നമുക്ക് അതിനകത്ത് എന്ത് കണ്ടുപിടിക്കാം? ഇപ്പൊ സൈനിന്റെ വാല്യൂ തന്നാൽ അതിൽ നിന്ന് കോസും ടാനും എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അങ്ങനത്തെ കുറച്ച് പാറ്റേൺസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ വന്നപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് നോക്കിയതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.